CPIM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാൽ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കാൻ യോഗ്യരാണെന്ന CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ട് LDFന് കൂടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും രാജു എബ്രഹാം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി മൂന്നാം LDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആറന്മുളയിലെയും കോന്നിയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. UDF എന്ന കാലഘട്ടം പേരിന് മാത്രം നാമമാത്രമായിട്ടുള്ള റോഡുകൾ, ആശുപത്രികളുടെ കാര്യമാണെങ്കിൽ മഹാഗതികേടിലായിരുന്നു. ഇപ്പോ ആ സ്ഥാനത്താണ് ഏതാണ്ട് 8,000-10,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ 5 MLA-മാരും ചേർന്ന് നടപ്പാക്കും. ഇത് ഒരു വികസന കൊടുങ്കാറ്റാണ്. ഈ ജില്ല വികസനത്തിനൊപ്പമാണ്. നല്ല കുടിവെള്ളം, നല്ല വൈദ്യുതി, അതുപോലെ തന്നെ നല്ല റോഡുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് മനോഹരമായ അവസാനഘട്ട നിർമ്മാണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നിലയിൽ നമ്മുടെ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും ശബരിമല എയർപോർട്ട് തൊട്ടടുത്ത് വരികയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള നിരവധി പദ്ധതികൾ അതെല്ലാം വളരെ വേഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുന്നൂർ മൂവാറ്റുപുഴ റോഡ്, ഒരിക്കൽ ആ റോഡ് സഞ്ചരിച്ചാൽ ആരെങ്കിലും ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ട് വോട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി LDF സ്ഥാനാർത്ഥികളെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുവാൻ, ഈ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ റാമിൽ നിൽക്കുമോ? പാർട്ടി സെക്രട്ടറിയേക്കാൾ വലിയൊരു അംഗീകാരം പാർട്ടി എനിക്ക് നൽകാനില്ല. പാർലമെന്ററി രംഗത്ത് 25 വർഷം MLA നിലയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. അതിലൊക്കെ എത്രയോ മഹത്തായ ഒരു പ്രക്രിയയാണ് പാർട്ടി സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പം നിർവഹിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ആ സംഘടനാ രംഗത്ത് ഞങ്ങൾ ഉണ്ടാവും. 5 സീറ്റുകളിലും വീണ്ടും തിരിച്ചു വരും. 5 സീറ്റ് ഉറപ്പായിട്ട് LDF ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടിന് വ്യത്യാസമല്ലോ, ചെറിയ വ്യത്യാസമുള്ളൂ. ഇതിലും കൂടി എത്രയോ വലിയ വ്യത്യാസങ്ങളുടെ മറികടന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ 5 സീറ്റിലും വിജയിച്ചത്. അതുകൊണ്ട് ഇതൊരു പ്രശ്നമേ അല്ല. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. പ്രാദേശിക പ്രശ്നങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പലപ്പോഴും ബാധിച്ചിട്ടുള്ളത്. ഇതിനെയെല്ലാം മറികടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇടതുമുന്നണിക്കുണ്ടാവും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. ക്യാമറ പേഴ്സൺ പ്രതിഭ അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.